എല്ലാ ഇനത്തിലുള്ള സ്വദേശി വിദേശി പഴവർഗ്ഗ ചെടികൾ, കൊമങ്ങിൻ തൈകൾ, ഇൻഡോർ ഔട്ട്ഡോർ ചെടികൾ, ആമ്പൽ, താമര തുടങ്ങി വാട്ടർ പ്ലാന്റുകളുടെ കളക്ഷനുകൾ, അലങ്കാര മത്സ്യങ്ങൾ എല്ലാം ഒരു കുടക്കീഴിൽ. ആയാൻ നഴ്സറി, പൂക്കോട്ടുംപാടം, കരുളായി റോഡ്, ഉപ്പുവള്ളി. പോരൂർ ഗ്രാമപഞ്ചായത്തിലെ ജൽജീവൻ മിഷൻ പദ്ധതിയുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ക്രമക്കേടിലും അഴിമതിയിലും സമഗ്ര അന്വേഷണം നടത്തണമെന്നാവശ്യപ്പെട്ട് LDF ഗ്രാമപഞ്ചായത്ത് കാര്യാലയത്തിലേക്ക് മാർച്ച് നടത്തി. CPM ഏരിയ കമ്മിറ്റി അംഗം MT അഹമ്മദ് ഉദ്ഘാടനം ചെയ്തു. UDF ഭരണസമിതി വലിയ അഴിമതി നടക്കുന്നു എന്നുള്ളതും ഈ നാട്ടിലെ പാവപ്പെട്ട മനുഷ്യർക്ക് ശുദ്ധജലം പൈപ്പ് ലൈനിലൂടെ എത്തിക്കുന്നതിന് വേണ്ടി കേന്ദ്ര ഗവൺമെന്റിന്റെ സഹായത്തോടുകൂടി കേരള സംസ്ഥാന ഗവൺമെന്റ് മുൻകൈയെടുത്തുകൊണ്ട് കേരളത്തിലൊട്ടാകെ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന ജൽജീവൻ മിഷൻ പദ്ധതി നമുക്കറിയാം. പോരൂർ ഗ്രാമപഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം 2020 മുമ്പ് ഈ പഞ്ചായത്തിൽ അധികാരത്തിലിരുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭരണസമിതി, ആ ഭരണസമിതി കേരളത്തിലെ ഇടതുപക്ഷ ഗവൺമെന്റിൽ സമ്മർദ്ദം ചെലുത്തിക്കൊണ്ടാണ് ഏതാണ്ട് 62 കോടി രൂപ നമ്മുടെ പഞ്ചായത്തിലെ കുടിവെള്ള പദ്ധതിക്ക് വേണ്ടി കിഫ്ബി പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ഈ പഞ്ചായത്തിന് അനുവദിക്കുന്നത്. ആ പദ്ധതിയുമായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭരണസമിതി മുന്നോട്ട് പോവുകയും അതിനാവശ്യമായ കുടിവെള്ള ടാങ്കിലും ട്രീറ്റ്മെന്റ് പ്ലാന്റ് ഉൾപ്പെടെ സ്ഥാപിക്കുന്നതിനാവശ്യമായ സ്ഥലം കണ്ടെത്തുന്നതിന് വേണ്ടിയുള്ള നടപടികളുമായി മുന്നോട്ട് പോകുമ്പോഴാണ് 2020 പഞ്ചായത്ത് ഇലക്ഷൻ വരികയും അതിനുശേഷം സംസ്ഥാനത്തൊട്ടാകെ ജൽജീവൻ മിഷൻ പദ്ധതി നടപ്പിലാക്കുന്നതിന് വേണ്ടി കേന്ദ്ര ഗവൺമെന്റുമായി സംസ്ഥാന ഗവൺമെന്റ് അഗ്രിമെന്റ് വെക്കുകയും അതിന്റെ ഭാഗമായി 50% കേന്ദ്ര വിഹിതവും 25% സംസ്ഥാന വിഹിതവും 15% തദ്ദേശ സ്ഥാപനങ്ങളുടെ വിഹിതവും 10% ഗുണഭോക്തൃ വിഹിതവും വെച്ചുകൊണ്ടുള്ള പദ്ധതി തൃക്കലങ്ങോട്, അതേപോലെ തന്നെ പാണ്ടിക്കാട്, പോരൂർ ഗ്രാമപഞ്ചായത്തുകളിൽ ഏതാണ്ട് 300 കോടി രൂപയോളം വരുന്ന പദ്ധതി ഏറ്റെടുക്കുന്നതിന് വേണ്ടി തീരുമാനമെടുക്കുന്നത്. ഞാൻ മമ്പാട് ഗ്രാമപഞ്ചായത്തിന്റെ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനാണ്. ഞങ്ങളുടെ പഞ്ചായത്തിനകത്ത് 2020 മുമ്പ് അധികാരത്തിലിരുന്നത് UDF ആണ്. UDFന്റെ ഭരണസമിതി ഈ പദ്ധതി നടപ്പിലാക്കാൻ മടിച്ചു നിന്നപ്പോ 2020 അധികാരത്തിൽ വന്ന LDFന്റെ ഭരണസമിതി ആ പഞ്ചായത്തിനകത്ത് ജലജീവൻ മിഷൻ പദ്ധതി നടപ്പിലാക്കുന്നതിനെ സംബന്ധിച്ച് ആലോചിച്ചപ്പോ ആദ്യം ആ നാട്ടിലെ ആളുകളുടെ യോഗമാണ് വിളിച്ചു ചേർത്തത്. ഞാനിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത്, ഒരു പദ്ധതി ജനങ്ങളുടെ പിന്തുണയോടുകൂടി ജനങ്ങളുടെ കൂടി വിഹിതമുള്ള ഗുണഭോക്താക്കളുടെ വിഹിതം അടക്കേണ്ട പദ്ധതിയാണ് ഈ പഞ്ചായത്തിനകത്ത് 80 കോടി രൂപയുടെ പദ്ധതി നടപ്പിലാക്കാൻ വേണ്ടി തീരുമാനിച്ചത്. സ്വാഭാവികമായിട്ടും അങ്ങനെ ഒരു തീരുമാനമെടുക്കും. ജൽജീവൻ മിഷൻ പദ്ധതി നടത്തിപ്പുമായി ബന്ധപ്പെട്ട് ഉയർന്നുവന്ന വിവിധ വിഷയങ്ങൾ ഉന്നയിച്ചായിരുന്നു പ്രതിഷേധം. NCP നേതാവ് കണ്ണിയൻ അബ്ദുൽ കരീം അധ്യക്ഷത വഹിച്ചു. CPM ഏരിയ കമ്മിറ്റി അംഗം AP ഫിറോസ് ബാബു, J. ക്ലീറ്റസ്, ലോക്കൽ സെക്രട്ടറി M. മുജീബ് റഹ്മാൻ, RJD ഭാരവാഹി ചന്ദ്രൻ നീലാമ്പ്ര, CPI ഭാരവാഹി കരീം വീതനശ്ശേരി, INL ഭാരവാഹി ഇബ്രാഹിം കരുമാരോട്ട്, M. മുരളീധരൻ, P. കുട്ടിയാമു എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, വണ്ടൂർ. സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ്, നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്.